ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നും ലോക്ക്ഡൗൺ സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. ലോക്ക്ഡൗണിൽ എല്ലാവർക്കും വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നാടൻ റെസിപ്പി തന്നെയാണ്. നമ്മുടെ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ പലതും ചെയ്തിട്ടുണ്ട്. റവ ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പം, മൈദ കൊണ്ടുള്ള ഉണ്ണിയപ്പം, അതുപോലെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഉണ്ണിയപ്പം, നമ്മൾ അരി അരച്ചിട്ടുള്ള ഉണ്ണിയപ്പം, അങ്ങനെ പല റെസിപ്പികളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കലരി ഉണ്ടല്ലോ, അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ് ഇതിന്. ഉണക്കലരി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഉണക്കലരി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പച്ചരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാൾ ടേസ്റ്റ് ഈ ഒരു ഉണക്കലരി പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കുന്ന അന്നത്തേക്കാൾ ടേസ്റ്റ് അടുത്ത ദിവസമാണ് കേട്ടോ. ഉണ്ടാക്കുന്ന അന്ന് കുറച്ച് ക്രിസ്പി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കുറച്ച് ഹാർഡായിട്ടിരിക്കും. അടുത്ത ദിവസം ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് ഉണക്കലരി വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്തു. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയല്ല, വറുക്കാത്ത പൊടിയാണ്. പച്ചരി ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ചെയ്യാം. അതുപോലെ തന്നെ ഉണക്കലരി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങക്കൊത്ത്, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. 2 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. പാളയംകോടൻ പഴം തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് 1/2 കിലോ ശർക്കരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടാവണ്ട, ചെറിയൊരു ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താണ് ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൂസായി വന്നോളും. ഇപ്പോൾ കട്ടിയല്ല, കറക്റ്റ് പാകമാണ്. ഈ കട്ടയുള്ളതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ പഴം മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കണം. അതിന് ശേഷം വേണം നമ്മുടെ തേങ്ങക്കൊത്തും എള്ളും നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് നമുക്കിനി മൈദപ്പൊടി ചേർക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി കേട്ടോ. താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മൈദപ്പൊടിയും കൂടി ചേർക്കട്ടെ. ഇപ്പോൾ കണ്ടോ, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് നമുക്കിനി മൈദപ്പൊടി ചേർക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി കേട്ടോ. താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മൈദപ്പൊടിയും കൂടി ചേർക്കട്ടെ. അരിപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മൈദപ്പൊടി ചേർക്കാനായിട്ട്. ആദ്യമേ തന്നെ മൈദപ്പൊടി അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ശർക്കരപ്പാനി ഒഴിക്കരുത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മൈദപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ തിക്കായി പോവുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. അധികം തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കട്ട ഉടഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ പാകം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഴം മിക്സിയിൽ അടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ പാളയംകോടൻ പഴം തന്നെ ചേർക്കാം കേട്ടോ ടേസ്റ്റ്. പാളയംകോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പഴം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പഴമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വലിയ പഴമാണെങ്കിൽ 1.5 പഴം ചേർത്താൽ മതി. ചെറിയ പഴമാണെങ്കിൽ 2 പഴം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യത്തെ പഴം വലുതായതുകൊണ്ട് 1.5 പഴമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. നമ്മളിപ്പോൾ പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം കേട്ടോ. അധികം വേണ്ട, ഒരു പിഞ്ച് മതി. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്ത് വെക്കും തോറും ഇതൊന്ന് കുറുകി വരും. അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കണോ എന്നുള്ളത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാൻ. ഇനി ഞാനൊരു വിസ്ക് എടുത്തിട്ട് ഒന്ന് ഈ കട്ടകളൊന്ന് ഉടച്ചെടുക്കട്ടെ നന്നായിട്ട്. ഇപ്പോൾ കട്ടകൾ അധികം ഇല്ല എങ്കിലും ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്താലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഇടയ്ക്ക് മാവ് ആ പച്ചയ്ക്ക് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമ്മുടെ മിക്സ് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ ഉടഞ്ഞു, ഒട്ടും തന്നെ കട്ടകളില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ
തേങ്ങക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കണം. അതെല്ലാം ചേർക്കാം. തേങ്ങക്കൊത്തും എള്ളും ഫ്രൈ ചെയ്തിട്ടൊന്ന് ചൂട് മാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങക്കൊത്തും എള്ളും ഫ്രൈ ചെയ്തിട്ടേ ഏലക്കാപ്പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മാവിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത്. 1/2 സ്പൂൺ ഏലക്ക പൊടിയാണ് കേട്ടോ. 4-5 ഏലക്ക എടുത്തിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ചേർക്കാം. അതുപോലെ തന്നെ എള്ളും ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും അളവില്ല കേട്ടോ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കാം കേട്ടോ ഉണ്ണിയപ്പം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതിലാണെന്ന് വെച്ചാൽ അതിലുണ്ടാക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് വറുത്തരിപ്പൊടിയിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ അളവിൽ വ്യത്യാസം വരും എന്ന് മാത്രം. എല്ലാ കുഴിയിലും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അധികം ഒഴിച്ചു കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊങ്ങി വരുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഓടിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിൽ വലിയ കുഴികളായിരിക്കും. ഇതിപ്പോൾ ചെറിയ കുഴിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ പൊട്ടിത്തുടങ്ങി. പക്ഷെ അത് കുഴപ്പമില്ല. ഉണ്ണിയപ്പം പൊട്ടിയാലും നമുക്ക് തിരിച്ചിട്ട് വേഗം റെഡിയാക്കി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴവും ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഉണ്ണിയപ്പം പൊട്ടി വരുന്നത്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തിരിഞ്ഞിങ്ങനെ കിടക്കില്ല. അത് വിട്ടുപോരും, പൊങ്ങിപ്പോരും തിരിച്ചിട്ടാലും. നമ്മൾ അവസാനം ഇട്ട് ഉണ്ണിയപ്പമൊക്കെ ഞാൻ ആദ്യമേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. പിന്നെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ കറക്റ്റായിട്ട് ഉണ്ണിയപ്പം മൊരിഞ്ഞു വരുള്ളൂ. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണ്ടേ. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഞാനൊന്ന് ഉണ്ണിയപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി ഈ സൈഡെല്ലാം ഉണ്ണിയപ്പത്തിൻ്റെ കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇതാ റെഡി ആയി തുടങ്ങി. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ആദ്യം ഒഴിച്ചതൊക്കെ നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ പച്ചരി ആണെങ്കിൽ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഉണക്കലരി ആണെങ്കിലാണ് കൂടുതൽ സമയം സോക്ക് ചെയ്യേണ്ടത്. പച്ചരി 4 മണിക്കൂർ സോക്ക് ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് സോക്കായി വന്നോളും. പിന്നെ ഞാൻ ഈ എടുക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അളവൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണം പലരുടെയും ഉണ്ണിയപ്പച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എനിക്കിപ്പോൾ 20-25 ഉണ്ണിയപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ണിയപ്പച്ചട്ടി വലിയതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 18-17 ഒക്കെ കിട്ടുമെന്നുള്ളൂ കേട്ടോ. അപ്പം അതനുസരിച്ച് എണ്ണത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് വേഗം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഉണ്ണിയപ്പം ആക്കിയെടുക്കാം. അപ്പോൾ ഷേപ്പൊന്നും മിസ്സായി പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 48 ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു അളവിലാണെങ്കിൽ, ഇത്രയും ചെറിയ വലിപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഉണക്കലരിയാണ്, പൊട്ടൽ വരും. പക്ഷേ നമ്മുടെ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. പച്ചരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. നിങ്ങൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണക്കലരി കൊണ്ടും കൂടെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലും ഭംഗിയിലും ഒന്നല്ല കാര്യം ഇരിക്കുന്നത്, ടേസ്റ്റിലാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഇൻസൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഉണക്കലരിയാണ്, നമ്മുടെ പൊടിയരി അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിയരി ഉണക്കലരി ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കടയിൽ ചെന്നിട്ട് പൊടിയരി വാങ്ങിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും. ഉണക്കലരി തന്നെ വാങ്ങിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വാങ്ങിക്കുന്ന ഉണക്കലരി, ആ ഒരു അരി വാങ്ങിച്ചിട്ട് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.